സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റാണ്. വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ വഞ്ചിക്കുന്നത് ഏത് റാപ്പറാണിലും നിയമ നടപടി ഉണ്ടാകും. യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയച്ചു. യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളുമാണ് വേടന് തിരിച്ചടിയായത്. പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു താനും പരാതിക്കാരിയും തമ്മിലെന്നാണ് വേടൻ പോലീസിനോട് പറഞ്ഞത്. 2 ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസിന്റെ നടപടി. തൃക്കാക്കര SPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും, പിന്നെ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. യുവതിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളതിനാൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയച്ചു. രണ്ടാമത്തെ കേസിലും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ പറഞ്ഞു. പരിപാടികളിൽ സജീവമാകും. ഗൂഢാലോചന ഉണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീട് എല്ലാം പറയാമെന്നായിരുന്നു മറുപടി. കേസിനെ കുറിച്ചൊന്നും സംസാരിക്കരുതെന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഇതിലുള്ള കേസില് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും പേടിക്കേണ്ടിരിക്കും. ഞാൻ എല്ലാം പറയും. എനിക്കൊരു സമയം കിട്ടട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാൻ വന്നിട്ട് എവിടെ പോകാനാണ്. 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും കൊച്ചിയിലും എത്തിച്ച് പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. ഒരു തവണ ലഹരി ഉപയോഗിച്ച് പീഡിപ്പിച്ചെന്നും യുവതി പറയുന്നുണ്ട്. പാട്ട് പുറത്തിറക്കാൻ എന്ന പേരിൽ 31,000 രൂപ തട്ടിയെടുക്കുകയും ചെയ്തെന്നും പരാതിയുണ്ട്. വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയത് മാനസികാരോഗ്യം തകർത്തുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നുമാണ് അതിജീവിതയുടെ വാദം. എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത മറ്റൊരു കേസിലും വേടൻ പ്രതിയാണെങ്കിലും ഈ കേസിലെ പരാതിക്കാരി ഇതുവരെ മൊഴി നൽകാത്തതിനാൽ തുടർ നടപടികൾ വൈകുകയാണ്. ലൈംഗികമായി അതിക്രമിച്ചെന്ന് കാട്ടി സംഗീത ഗവേഷകൻ നൽകിയ പരാതിയിലാണ് കേസ്. ഈ കേസിലും വേടന് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. News 18 കൊച്ചി.